ബസ് കയറാൻ പറഞ്ഞ ആള് പറയും ബാപ്പാക്ക് ഒരു സ്നേഹമല്ല, എല്ലാവരും കാറിലാ പോണേ, ഞാൻ മാത്രം ബസ്സിലാണ്, ചെയ്തോടത്തോളൊക്കെ ബാത്തിലാവും. അങ്ങനെ തെറി കേട്ട് 50 വയസ്സായി. അപ്പോ അതിന് കഴിഞ്ഞ് ഷുഗറും പ്രഷറൊക്കെ ആയിട്ട് മടങ്ങി നാട്ടിൽ എത്തി, കുട്ടികളൊക്കെ കെട്ടിച്ച് വലുതായി. പിന്നെ അമ്മക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല, സ്വത്തൊക്കെ മക്കളെ പേരിലായി, കച്ചവടം പോലെ ഏറ്റെടുത്ത്. പിന്നെ ഞമ്മക്ക് കിട്ടിയ ജീവിതേ നായന്റെ ജീവിത, കാവല്, മക്കളും മരക്കളും കൂട്ടി പോകുമ്പോ പെരന്റെ മുറ്റത്ത് നമ്മളിങ്ങനെ സെക്യൂരിറ്റിമാർക്ക് നിൽക്കുക. ആരേലും വന്ന് കണ്ട് ഓൻ എവിടെ വെച്ച് പോകാൻ ദുബായി പോയിക്കണെന്ന് പറയാ, വാതിൽ ഗേറ്റ് പൂട്ടുക, കുട്ടികൾ നഴ്സറിക്ക് പോകുമ്പോൾ ചോദിച്ചാത്ത പിന്നാലെ അങ്ങനെ പോവുക. നഴ്സറി വിടുമ്പോത്തിന് നമ്മൾ അങ്ങോട്ട് എത്തുക. എങ്ങോട്ട് നഴ്സറിന്റെ മുമ്പക്ക് ഓലെ ബാക്കിൽ നമ്മൾ ഒപ്പം നടക്കാൻ പാടില്ല, കുട്ടിയൊക്കെ മാനക്കട, കാരണം നമ്മളിങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെ നമ്മൾ ബാക്കിൽ നടക്കുക, ഓല ഓട്ടോറിക്ഷ വരുന്നേ കാത്തിക്കുക. അങ്ങനെ ഒരു നായിന്റെ റോളാ പിന്നെ കിട്ടിയേ. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണും കാതും ഒക്കെ ശരിക്ക് പിടിക്കാതെ ഇപ്പോ അതിനും നമ്മളെ പറ്റാതെയായി. കാരണം ഓട്ടോറിക്ഷ ഓണടിച്ചാൽ നമ്മള് കേൾക്കൂല, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ട് നായിന്റെ പണി വെയ്യാതെയായി. പിന്നെ കിട്ടിയ കുരങ്ങിന്റെ ജീവിത. ഒരു മകളെ പേരിൽ കുറച്ച് ദിവസം വന്നപ്പോൾ പറഞ്ഞു, വാപ്പ നിങ്ങളിപ്പോ കുറെ ആയില്ല ഇവിടക്കണ്, നമ്മളെ ചെറിയാത്താക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര പൂതിണ്ടോ, ഒന്ന് അങ്ങോട്ട് പോയിക്കൂടെ വെച്ചു. തുണി കുപ്പായൊക്കെ കേസിലാക്കി വാപ്പാക്ക്. വാപ്പ ചെറിയാത്താന്റെ പേരേക്ക്, ചെറിയ മോളാണ് ചെറിയാത്തേ. അവിടെ ചെന്നപ്പണ്ട് വാതിൽക്കല് ആ ഗേറ്റിനെ കണ്ടപ്പോഴേ ഓടി വരാവൂല്ലോ, വാപ്പാ നിങ്ങളെ കണ്ടിട്ട് എത്ര കാലായി, ഞങ്ങളൊപ്പം 6 മാസം പാർക്കണം എന്ന് വിചാരിച്ചു, എന്താ ഇപ്പൊ കാട്ടുക, ഞങ്ങളിപ്പോ ഇവിടുന്ന് പോവുകയാണോ നാളെ, എന്താ നിങ്ങൾ തൽക്കാലം വല്യാത്താനോട് പോയിക്കോളി, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നോളി പറഞ്ഞു. വല്യാത്താന്റെ അവിടെ ചെന്നപ്പണ്ട് വാതില് പൂട്ടി കിടക്കണം. ഇനി എന്താ കാട്ടുക? അതിലിങ്ങനെ അന്തം വിട്ട് റോട്ടിക്ക് ഇറങ്ങിയപ്പോഴാ ഏതോ കുരുത്തം കെട്ട ഒരു പയ്യണ്ട് മോട്ടോർ സൈക്കിൾ മക്കളും പറഞ്ഞു വരുന്നത്, ഒരൊറ്റ തട്ട് റോട്ടിക്ക്. അവിടെ കല്യാണം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മള് കുടുങ്ങിനി. എങ്ങോട്ടാ പോവുക? ആ മോട്ടോർ സൈക്കിൾ തട്ടൂടെ നമ്മള് കഴിച്ചില്ലായി. അതാണ് കുരങ്ങിന്റെ ജീവിതം. ഏതോ മരത്തുമെന്ന് ചാടി ഓന്റെ കഴിഞ്ഞു. ഈ കഥ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ സദസ്സിന്ന് ഒരാള് പറയണേ, മൗലവേ ഞാൻ ഇപ്പൊ ആ കുരങ്ങിന്റെ ആയുസിലാട്ടോ പറഞ്ഞു, മക്കളെ ഒഴിവാക്കിക്കണേ. മൂപ്പരിങ്ങനെ അന്തം വിട്ട് നടക്കുക. അപ്പോഴേ എപ്പോഴും കരുതിക്കോലുണ്ട്, എന്തുണ്ടായിട്ടും കാര്യമല്ല, എവിടെയാണ് നമ്മൾ ഒറ്റപ്പെടുക എന്നറിയില്ല. അപ്പോ മതപരമായ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ലോകത്തുനിന്ന് തന്നെ അനുഭവിക്കുന്നല്ലേ. നമ്മൾ പഠിപ്പിച്ച പാഠം ഇസ്ലാമും അതാ പഠിപ്പിച്ച്, അനുഭവങ്ങളും അതാ പഠിപ്പിച്ചതല്ലേ. വീട്ടിലെ വാപ്പ മരിച്ചു, എന്റെ വാപ്പ മരിച്ചപ്പോ മയ്യത്തൊക്കെ മറവ് ചെയ്ത് വാപ്പാന്റെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഒഴിവാക്കി, തെങ്ങിനോട്ട് കൊണ്ടുപോയിട്ട് തുണി കുപ്പായം പായതൊക്കെ. അങ്ങനെ വരുമ്പോണ്ട് എന്റെ കുട്ടി, ചെറിയ കുട്ടി, ഈ വാപ്പാന്റെ ഒഴിവാക്കിയ വേസ്റ്റിൽ ഇങ്ങനെ തപ്പുണ്ട്. അപ്പൊ ഞാനവിടെ പോയിരുന്നു, എന്താ മോനെ? അപ്പോ മകൻ ഇങ്ങനെ തെരയന്നെ. അവസാനം ബാപ്പാക്ക് കഞ്ഞി ഒട്ടിയിട്ട് ഒരു തെളിങ്ങിയ അലുമിനിയ പാത്രം ഉണ്ട്, അത് കുട്ടി എടുത്തു. അപ്പം ബാപ്പ ചോദിക്കണേ, എനിക്ക് വല്യപ്പാനോട് അത്ര ഇഷ്ടേനി, എന്തിനാ ഈ പാത്രം എടുത്ത്? മകൻ പറഞ്ഞു, ഇഷ്ടായിട്ടൊന്നല്ല, പാപ്പാക്ക് നിങ്ങൾ കഞ്ഞി കൊടുത്ത് തീരല്ലേനോ, നിങ്ങൾക്ക് വയസ്സാവുമ്പോ ഞങ്ങൾക്ക് ഇതേപോലത്തെ നെളുങ്ങിയ പാത്രത്തിൽ കഞ്ഞി തരാൻ നിൽക്കി കൊടുത്ത പാത്രം കിട്ടുക, അതോടത്ത് നിങ്ങൾക്ക് കഞ്ഞി തരാൻ വേണ്ടി ഞാൻ പാത്രക്കുന്നാ പറഞ്ഞേ. അതായത് കൊടുത്തത് ഇവിടെ തന്നെ കിട്ടും. ഈ ലോകത്ത് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന തെറ്റുകളിൽ ഒന്നാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലെ വൈകല്യമെന്ന് ഇസ്ലാം മതം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു രംഗം അനുഭവിച്ചു തീർക്കാനുണ്ട് എന്ന് മറക്കരുത്.